ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈസി ഇൻസ്റ്റൻറ്റ് പോട്ട് ബീൻസ് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി ആദ്യം നമ്മുടെ ഇൻസ്റ്റൻറ്റ് പോട്ട് നല്ലതായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. കുമിൻ സീഡ്സ് നല്ലതായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്ക് നമുക്കതിലേക്കൊരു ഹാഫ് ഓണിയൻ ചോപ്പ് ചെയ്തതും കുറച്ച് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനെ ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച്. അതിന് വേണ്ടി കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലതായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് പൊടികൾ, ഞാൻ ഇന്നത്തെ പൊടികൾ യൂസ് ചെയ്ത് റെഡ് ചില്ലി പൗഡർ, ടെർമറിക്, കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ച് കുമിൻ പൗഡർ, ഇതെല്ലാം ഒരു ടീസ്പൂൺ വീതം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം അഴുക്കി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ബീൻസ് എല്ലാം അതിനകത്തിടാം. ഇന്നത്തെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ്, സിലറി, നമുക്ക് കോൺ അതൊക്കെ ഇടാം കേട്ടോ വേണ്ടവർക്ക്. ഇതിപ്പോൾ ഞാൻ ബീൻസ് മാത്രമേ ഇടുന്നുള്ളൂ. ബീൻസ് ഇളക്കി നല്ലതായിട്ട് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ പകരം ഞാൻ വെജിറ്റബിൾ ബ്രോത്താണ് ഒഴിച്ചത്. വെജിറ്റബിൾ ബ്രോത്ത് നമുക്ക് എത്രയും സൂപ്പ് വേണോ അത്രയും വെജിറ്റബിൾ ബ്രോത്ത് ഒഴിക്കാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ നൂഡിൽസ് കൂടെ കിടക്കുന്നത് ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് മാക്രോൺ നൂഡിൽസ് എൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് മാക്രോൺ നൂഡിൽസ് ഞാൻ ഇതിനകത്ത് ഇട്ടു. എന്നിട്ട് ഒരു ഇറ്റാലിയൻ ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് ഒറിഗാനോ, കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കൂടി ഒഴിച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് അടച്ച് വെച്ച് ഇൻസ്റ്റൻറ്റ് സെറ്റിങ്സിനകത്ത് സൂപ്പ് സെറ്റിംഗ് ഉണ്ട്. അടച്ച് വെച്ച് സൂപ്പ് സെറ്റിങ് വെച്ച് വേവിച്ചെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഈസ് വെരി ഈസി. എവരിബഡി ഷുഡ് ട്രൈ ഇറ്റ്. താങ്ക് യു. ബൈ.